നിങ്ങൾ ഈ കുടിക്കുന്ന മദ്യം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിനാണ്, നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടാനെന്ന് പറയും. ഇന്ന് മുതൽ രാത്രി നിങ്ങളുടെ മോൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി 7ാം ക്ലാസ്സിലെ അന്ന് UP ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പഠിക്കും അവൾക്ക് കൂടി നിങ്ങൾ വീട്ടിൽ എല്ലാവർക്കും കുടിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ ഒരുക്കുകയും. കൂട്ടുകാരെ സ്വീകരിക്കുന്നിടത്തുള്ള മാനദണ്ഡം പറഞ്ഞു. ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ പറയും അവനടിക്കും, പക്ഷേ ഞാൻ അടിക്കില്ല, ഞാൻ അവൻ്റെ അടുത്തിരിക്കും. ശരിക്കും ഇസ്ലാം അത് ശക്തമായ രൂപത്തിൽ വിലക്കുന്നുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പറയാം നമ്മൾ സംസാരിക്കുമ്പോൾ. പലപ്പോഴും പിടിക്കപ്പെടുന്ന മക്കൾ അവർ പറയണത് തന്നെ ഉണ്ടോ, എങ്ങനെയാണ് ഇതുപോലെ ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളെയും ആ ട്രാപ്പിലേക്ക് എത്തിച്ചത് അവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളത്. അതെ. അപ്പോൾ ക്യാഷ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും. ഇപ്പോൾ ഈ 3ാം നിലയിൽ നിന്നും അയാൾ പിന്നെ പറയാണ്, ഈ കുട്ടി പറയാണ്, നമ്മൾ സുഹൃത്താണ്, അപ്പം പറയാം ഒരു വെള്ള ഒരു പുക പോലെ കോള എന്നാണ് ഉപയോഗിച്ചത്. കോള അവരിങ്ങനെ വന്നു, എന്നെ ഇങ്ങനെ വിളിച്ചു, ഞാൻ ആ കോളൻ്റെ കൂടെ അങ്ങനെ പോയി. അപ്പോൾ കൂടെ അങ്ങോട്ട് ചാടി, ഞാനും അങ്ങോട്ട് ചാടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പത്രത്തിൽ കാണുന്നത് 1 ഗ്രാം അല്ലെങ്കിൽ ഒരു അതെ. MG എന്നൊക്കെ പറഞ്ഞാൽ 1-2 പഞ്ചസാര മണികൾ അത്രേ ഉള്ളൂ, പോലെയുള്ള കാണാൻ അത്രയാണ്. മാത്രം അപ്പൊ തന്നെയല്ല. അതുപോലും പിടിക്കപ്പെടുന്നത് വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണണം. കാരണം അതെ. ഇത്ര ചെറിയ നിസാരമായൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കപ്പെടുന്നതാണ്. അപ്പം അത്രയും. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും നമ്മുടെ യുവതിയുവാക്കളെല്ലാം അതിൻ്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സലാഹിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സാം വലൈക്കും വറഹമത്തുള്ള. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷമീം സലാഹി, നമ്മൾ ഇപ്പോൾ ഇന്ന് ഏറ്റവും നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചർച്ചകളും അതുപോലെ തന്നെ അതിൽ പിടിക്കപ്പെടുന്നവരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണുള്ളത്. അതിലേറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാർത്ഥിനികളെയാണ്. പ്രത്യേകിച്ച് അണ്ടർലൈൻ പറയുന്നത് വിദ്യാർത്ഥിനികളെയാണ്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദുരന്ത കാഴ്ചയാണ് സത്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ. ആ മുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളക്കര ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും അതുപോലെ യുവാക്കളെന്ന് മാത്രമല്ല അവിടെ യുവതികളും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥിനികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മളൊക്കെ നിർബന്ധമായും ചെയ്യേണ്ടത്, എല്ലാവരും കേൾക്കേണ്ട, ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ വന്നതുകൊണ്ട് അതിൻ്റെ എണ്ണവും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് എന്നുള്ളതിനാണ്, പിടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം. അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവുമല്ലോ, അതിനൊരു പരിഹാരവും വേണമല്ലോ. ഇത് അനന്തമായി തുടരേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായും നമ്മുടെ രാജ്യത്ത് ഒരു വരും തലമുറ വളരെ സുരക്ഷിതരായി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ വേണം. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നെറികേടുകളും ഇവിടുന്ന് പാടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും, പിന്നെ വിദ്യാർത്ഥികളായിട്ട് പൊതുവേ നമ്മുടെ സ്നേഹക്കൂട് ചർച്ച ചെയ്യാറുള്ളത് ഒരു കുടുംബം എന്നൊരു പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ പിടിക്കപ്പെടുന്നതിലധികവും നമ്മൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളാണ്, യുവതലമുറയാണ്. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, ഒരാണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും. അത് കുട്ടിയാവാം, അതല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാവാം. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നുന്നു. കാരണം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച മക്കൾ ഇതുപോലെ പിടിക്കപ്പെട്ട് വന്ന് അവസാനം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന അത് കാണേണ്ടി വരുന്ന രക്ഷിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കും. ഞാൻ എപ്പോഴും ആ ഒരു രൂപത്തിലാണ് കാണാറുള്ളത്. നമ്മുടെ മക്കളോടൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ തന്നെയുള്ള കുടുംബങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയ അല്ലെങ്കിൽ മറ്റു ടൗണുകളിലേക്കൊക്കെ പോയ കുട്ടികളാണ്. ആ രക്ഷിതാക്കൾ ഒരിക്കൽ പോലും ഇത് അറിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം, അതിനൊരു ആൻസർ നമുക്ക് ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന ഒരു ചിന്തയാണെന്നുള്ളത്. അത്
ക്യാഷ് ഉണ്ടാക്കണം, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ അതിന് ക്യാഷ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആഡംബര സുഖസൗകര്യങ്ങൾ, അതെ അതാണ് ലക്ഷ്യം. അതെ ആ ക്യാഷ് ഉണ്ടാക്കുന്നത് സുഖ സൗകര്യങ്ങൾ അതെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആഡംബരം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങാന്നല്ല, അതെ ആഡംബരങ്ങൾക്കാണ്. അതെ അതെ. അത് വാഹനങ്ങൾ, ഫോണുകൾ, യാത്രകൾ. അവരുപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസുകൾ, ഒരു പളവളപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുക എന്നതിനൊരു വലിയ പ്രാധാന്യം അതുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുളുവിൽ എത്രയും വേഗം ക്യാഷ് കിട്ടണം എന്ന ഒരു താല്പര്യത്തിനാണ് പലപ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ മീഡിയക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നത് എങ്ങനെയാണ്, പഠിക്കാൻ പോയ സമയത്ത് കുട്ടികളുടെ അടുത്തൊക്കെ വലിയ സൗകര്യമുള്ള ഫോണുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ഫോൺ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരൂല, അതെ അപ്പോൾ ക്യാഷ് കിട്ടാനുള്ളൊരു മാർഗ്ഗം ഇതാണെന്ന് മനസ്സിലാക്കി ഈ ഒരു എൻ്റെ സുഹൃത്തിലൂടെയാണ് ഇതിലേക്ക് എത്തിയത്. പലപ്പോഴും പിടിക്കപ്പെടുന്ന മക്കൾ അവർ പറയണത് തന്നെ ഉണ്ടോ, എങ്ങനെയാണ് ഇതുപോലെ ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളെയും ആ ട്രാപ്പിലേക്ക് എത്തിച്ചത് അവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതാണ്. അതെ അപ്പോൾ ക്യാഷ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, പക്ഷേ അതിന് സ്വീകരിക്കേണ്ട മാർഗം ഏറ്റവും നല്ലതാണ്. മറ്റൊന്ന്, എല്ലാത്തിൻ്റെയും ഒരു പരിഹാരം ഒരിക്കലും ക്യാഷ് അല്ല എന്നൊരു ധാരണ, അതെ അല്ല ആ ഒരു സത്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവതലമുറയും മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അതെ. അപ്പോൾ അതിൽ പിന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ, വളരെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി വാട്ടർ ബോട്ടിലിൽ പിന്നെ ചാരായം കൊണ്ടുവന്ന് സഹപാഠികൾക്ക് കൊടുക്കുന്നൊരവസ്ഥ കണ്ടു. വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് എന്ത് ചെയ്യും, ചാരായം വാറ്റിയിട്ട് വാട്ടർ ബോട്ടിലാക്കി കൊടുക്കും. അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഒരു കുട്ടിയെ, ഇപ്പോൾ നിങ്ങൾ അത് വായിച്ചോന്നറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ കുട്ടികൾക്കിടയിൽ ചെറിയ ചെറിയ പിന്നെ രൂപത്തിൽ എന്താണ് സാമ്പത്തിക സമാഹരണവും അതോടൊപ്പം കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭീകരമായ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലേ, വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പണമല്ല പിന്നെ എന്ത് നമ്മുടെ ലക്ഷ്യം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ചെയ്താലും ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരനായാൽ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കുറച്ച് കാലം മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്രത്തിൽ വന്ന ആളാണ്. പിന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അയാൾ കോടീശ്വരനാണ്, അങ്ങനെ തന്നെ പറയാം, കോടികളുള്ള ആൾ തന്നെയാണ്. അയാൾ ഇത് ലഹരിക്ക് അടിമയായിരുന്ന സമയത്ത് ഒരാളെ കൊന്നു, വണ്ടി ഇടിച്ചും ചവിട്ടിയും കൊന്നു എന്നാണ്. അയാളിപ്പോൾ ജയിലിലുള്ളത്. 24 വർഷത്തെ തടവാണ്, 80 ലക്ഷം റുപ്യ പിഴയും. ഇപ്പോൾ ആലോചിക്കുള്ള സമ്പത്ത് പോയി, കുടുംബജീവിതം പോയി. കാരണം 24 വർഷം ജയിലിൽ കിടക്കാൻ എന്തിനപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത്, ജയിലിൽ കിടക്കാൻ, കുടുംബം ഇല്ലാതായി. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമാണ്. പിന്നെ ഇതിന് ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ, ലഹരി അഡിക്ഷനായ ആളുകൾ, അവരത് ഇതിനേക്കാൾ വളരെ പരിതാപകരമാണ് അല്ലേ. അവരുടെ ആന്തരിക അവയവങ്ങൾ നശിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നല്ലൊരു കുടുംബജീവിതം പോലും നയിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സമൂഹം മൊത്തത്തിൽ, നമ്മുടെ കുടുംബം, വ്യക്തി, സമൂഹം എന്ന നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ ശ്രോതാക്കളായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നും. അഥവാ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇന്ന്, അതെ ഒരു സാധാരണയായി ഏതൊരു നാട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലഹരി ഉപയോഗവും അതിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിനു വേണ്ടി കൂട്ടുകൂടുന്നതും അതിനുവേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഏതൊരു ചെറിയ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഗ്രാമത്തിൽ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുന്നതാണ്. അതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അഥവാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ കുറിച്ചോ നാട്ടിൽ അയാളൊരു മദ്യപാനിയാണ്, അതെ അയാളൊരു ആ രൂപത്തിലിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇത് ഏതൊരു വീട്ടിലെ ഏതൊരു കുട്ടിയും ഈ ട്രാപ്പിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ നിന്നാണ് കാരണങ്ങളും പരിഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്നിത് സാധാരണമായതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലഹരികൾ എവിടെയും ലഭ്യമാകുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതെ ഒരു പെട്ടിക്കട വേണമെന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറണമെന്നില്ല, അതല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യണമെന്നില്ല. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ കൈമാറ്റം ചെയ്യുന്നതാണ് പലപ്പോഴും പോലീസുകാർ പോലും എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് സർവ്വസാധാരണമായതുപോലെ തന്നെ സാർവത്രികമായി കിട്ടുന്ന ഒരു അതെ സാഹചര്യവും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന്, നമ്മളെ മക്കളെ ഏറ്റവും നന്നായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്.
പരിചിതരായ ആളുകൾ തന്നെയാണെങ്കിൽ പോലും അവർ തരുന്ന ഏതൊരു നമുക്ക് അറിയാത്തൊരു വസ്തുവാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കാൻ നമ്മുടെ മക്കളെയും ആ കാര്യം അതെ ബോധ്യപ്പെടുത്തുന്നത്. അതെ ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മിഠായി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത നമ്മളൊരു ഫ്രണ്ട് സർക്കിളൊന്നും അല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ ഒരു സംശയത്തോടു കൂടി വാങ്ങുന്ന, അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ ഒരു മിഠായി തന്നിട്ട് ഇങ്ങനെ, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളറിയാത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും തന്നാൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ അപ്പം അത്രയും ശ്രദ്ധ ആ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ള അത് രക്ഷിതാക്കളായ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളിലേക്ക് കൊടുക്കണം. ഒരിക്കലും അപരിചിതരായ ആളുകൾ നൽകുന്ന ഏത് വസ്തുവാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വാങ്ങരുത്. വാങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മദ്യം മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതെ അത് കാണാനുണ്ടാവും ഉം. അല്ലേ, അത് കൊണ്ട് നടക്കുന്ന ആളുകളടുത്ത് അതിൻ്റെ വേണ്ട സാധന സാമഗ്രി. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പത്രത്തിൽ കാണുന്നത് 1 ഗ്രാം അല്ലെങ്കിൽ അതെ 1 mg എന്നൊക്കെ പറഞ്ഞാൽ 1-2 പഞ്ചസാര മണികൾ അത്രേ ഉള്ളൂ, പോലെയുള്ള കാണാൻ അത്രയാണ്. മാത്രം അപ്പം തന്നെയല്ല. അതുപോലും പിടിക്കപ്പെടുന്നത് വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണണം. കാരണം അതെ അതെ ഇത്ര ചെറിയ നിസ്സാരമായൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കപ്പെടുന്നുള്ളതാണ്. അപ്പം അത്രയും ആ, ചെറിയ കടുക് മണിയോളമുള്ള അല്ലെങ്കിൽ പഞ്ചസാരയുടെ തരി പോലെയൊക്കെയുള്ള വസ്തുക്കളാണ് പലപ്പോഴും മണിക്കൂറുകളോളം ലഹരിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്കാർ വാങ്ങണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ വിലകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഏതൊരു ചെറിയ വസ്തുവും ആരും എപ്പോഴും തരാം, നമ്മളറിയാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് തരാം. അപ്പം അത് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ബോധവൽക്കരിക്കുകയും ഇതുപോലെയുള്ള ഒരു രംഗത്തേക്കും എത്തൂല എന്നുള്ളത് അങ്ങനെയുള്ളൊരു സൗഹൃദമോ ഒരു ചങ്ങാത്തമോ ഒരു കൂട്ടുകെട്ടോ ബോധപൂർവമോ അല്ലാതെ ഞാൻ ഉണ്ടാക്കൂല എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മാതാപിതാക്കളെ ധിക്കരിക്കുക, കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ടാവുക അത് ശിഥിലമായി പോവുക. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ പോലും നമുക്ക് വന്ന ഒരു ഫീഡ്ബാക്കിൽ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു 6 വർഷമായിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോനുണ്ട്. പക്ഷേ അവർ പുറത്തേക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാര്യ ഡിവോഴ്സിന് പറഞ്ഞ അവസാനം അവൾ പോവാണ്. അങ്ങനെ പോയി കുറേ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവള് തുറന്നടിക്കുകയാണ്. കാരണം നല്ല നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇയാളെന്താണ്, ഇയാൾ ലഹരിക്ക് അടിമയാണ്. ഇയാൾക്ക് ഒന്നിനും പറ്റണില്ല. പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കണമെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇവള് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. കാരണം ഇനി ഒരിക്കലും അയാൾക്ക് സാധ്യമല്ല, ആ പെൺകുട്ടി പറയണം, ഒരിക്കലും ഇയാൾക്കൊരു ജീവിതത്തിലേക്ക് വരാൻ സാധ്യമല്ല. ഇപ്പോൾ പണമുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു ദുരന്തങ്ങൾ ആലോചിച്ചു. ഇത് ഒന്നല്ല, മാതാപിതാക്കളെപ്പം പിന്നെ ഇപ്പം നാളൊരു പിതാവ് പറഞ്ഞില്ലേ, അവൻ വരുന്നത് പേടിയാണ് അല്ലേ. പിന്നെ വേറൊരു പിതാവ് പറഞ്ഞ എന്താണ്, അവൻ എങ്ങനെയെങ്കിലും പിന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. ഇത് വലിയ ദുരന്തമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. തീർച്ചയായും അവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി, പല ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ചാൽ അവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച മാനസിക ടെൻഷൻ, അതെ കുടുംബത്തിൽ അനുഭവിച്ച ആ ഒരു ഏകാന്തത, ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്തത്തെ അല്ലാത്ത മുഴുവൻ സമയവും അവരെന്താണ് ഫുൾ മനസ്സ് നീറ്റലും വേദനയായിട്ട് പോവുകയാണെന്നുള്ളതാണ്. ഒരാൾ പറഞ്ഞത്, ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് എൻ്റെ പെൺകുട്ടികൾക്ക് കല്യാണം വരാത്തതിൻ്റെ പേരിലായിരുന്നു. ആ പ്രായപൂർത്തി എത്തിയിട്ട് കുറച്ച് പ്രായമായ ഒരാളാണ്, എത്തിയിട്ടും വിവാഹത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സങ്കടം കൊണ്ട് ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ആ സങ്കടമൊക്കെ എനിക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്ത് അതെ ചെയ്യുന്നത്, ടെൻഷൻ മദ്യം മാറാൻ. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ആ ടെൻഷൻ ഇതാണ്, മക്കളുടെ കല്യാണം അതെ പ്രായം എത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയണത് ആ ഒരു പിന്നെ അന്ന് തുടക്കം കുറിച്ചത് ഇന്നേ വരെ പിന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോൾ മക്കളെ വിവാഹം കഴിഞ്ഞു, പക്ഷെ മക്കളെ വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് കഴിയാത്തതോ ആയിരുന്നില്ല എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഇനി എങ്ങനെയാണ് ഞാനിതിൽ നിന്നും അവസാനിപ്പിക്കുക. പിന്മാറിപ്പോരെ, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ വലിയ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെ ഒരു രഹസ്യമായി ഒരു പേഴ്സണൽ സംസാരം അവരായിട്ട് നടത്തുമ്പോൾ അവർ പറയുക, ജീവിതത്തിൽ ഒരാളും ഇതുപോലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തരുതേ എന്നാണ് അതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മദ്യപാനെ ഒരാൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയണത്, ഈ മദ്യപിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് അന്ന് ഇടപെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മോള് അന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി നന്നായി പഠിക്കുന്നൊരു കുട്ടി ഒരു ദിവസം പുസ്തകമൊന്നും ഇല്ലാതെ ക്ലാസ്സിൽ വന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിച്ച് ചോദിക്കുമ്പോൾ അതെ അവൾ പറയുന്നത്, വീട്ടിലെ
അവസ്ഥയൊക്കെ ഈ രൂപത്തിലാണുള്ളത്. എങ്ങനെയാണ് സാർ ഞാൻ വായിക്കുക, എനിക്കിനി പഠിക്കാൻ കഴിയില്ല, ഞാൻ ഈ സ്കൂൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ. അപ്പോൾ ഞാൻ ഒന്ന് അച്ഛനെ ഒന്ന് വിളിക്കാം, ഒന്ന് സംസാരിക്കാം. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കാ സമയത്ത് എന്തോ, അച്ഛനെ സാറേ സ്വബോധത്തിലുള്ളൊരു സമയമേ ഉണ്ടാവാറില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു, ഒരു കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് പോയ ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല, ഞാൻ നാളെ രാവിലെ വരാം സാറേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. പിറ്റേ ദിവസം അയാൾ പറഞ്ഞ പോലെ തന്നെ വന്നവിടെ. അപ്പോൾ വന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെ. അത് നിർത്തണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഭയങ്കര ഇതാണ്, പക്ഷെ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ ഇപ്പോൾ എന്നെ വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ വളരെ സങ്കടപ്പെട്ട് പല കാര്യങ്ങളും, നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്, ഇപ്രാവശ്യം SSLC പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്, പക്ഷേ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അവൾ പരീക്ഷ എഴുതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെയാണ്. അതിൽ ഇയാൾ വീണ്ടും ന്യായീകരിച്ചപ്പോൾ ഞാൻ പറയും, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളീ കുടിക്കുന്ന മദ്യം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിനാണ്, നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടാനെന്ന് പറയും. ഇന്ന് മുതൽ രാത്രി നിങ്ങളുടെ മോൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി 7ാം ക്ലാസ്സിലെ, അന്ന് UP ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പഠിക്കും, അവൾക്ക് കൂടി നിങ്ങൾ വീട്ടിലെ എല്ലാവർക്കും കുടിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ ഒരുക്കുകയും പഠിക്കാൻ അവർക്ക് നല്ല ആവേശവും ഉന്മേഷവും കിട്ടുമല്ലോ. നിങ്ങൾ പറയുന്ന അതേ ഉന്മേഷം പഠിക്കാൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും അതിൽ ഇയാൾ അതുവരെ എൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം വേഗം തലങ്ങൾ താഴ്ത്താണ് ചെയ്യണത്. ഒരു കുറച്ച് സമയം അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഞാനൊന്നും മിണ്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങളൊന്നും പറയാത്തത്? നിങ്ങൾ ചെയ്യുന്ന ഒരു ധീരകൃത്യമാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കൾ അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ ഇത് ഉപയോഗിക്കരുത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയണത്? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയണത്? അത് തന്നെയാണ് സാറേ. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയും വളരെ നല്ല രൂപത്തിൽ ഇപ്പോഴും അദ്ദേഹം നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിലൊക്കെ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും, ഈവൻ ഇപ്പോൾ നമ്മൾ ലഹരിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സ്മോക്കിംഗ് ആണ്, പുകവലിയാണെങ്കിൽ പോലും സ്വന്തം മക്കൾ പുകവലിക്കുന്നത് കാണാൻ ഒരു രക്ഷിതാവും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം അല്ലേ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് തിന്മയാണെന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ആരും ഇതിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അല്ലേ. ഒരു മദ്യപാനിയാവട്ടെ, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാവട്ടെ, തങ്ങളുടെ മക്കളോ കുടുംബത്തിലോ ആരെങ്കിലും ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൻ്റെ എല്ലാ ന്യായവും നമുക്ക് വിട്ടുകൊടുക്കരുത്. പക്ഷെ അതെല്ലാവരും പറയുന്നത് എന്താണ്, ഒരിക്കലും ഇതുപോലെയുള്ളൊരു ഉപയോഗം എൻ്റെ കുടുംബത്തിൽ നിന്നല്ല, ലോകത്ത് തന്നെ ആരും വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രമാത്രം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം മാത്രം മതി അതിലേക്ക് എത്താതിരിക്കാനും എത്തിയ ആളുകൾക്ക് പിന്മാറാനുള്ളൊരു പരിഹാരം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ട കുറേ ആളുകളുണ്ട്, ലഹരി ഉപയോഗിച്ച് പിന്നെ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട ആളുകൾ പല അപകടങ്ങളിലും. ഇപ്പോൾ എനിക്കെന്നെ ഓർമ്മയുണ്ട്, ഇന്നും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോൾ ഞങ്ങളെ കൂടെയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെയായിരുന്നു താമസം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു 18 വയസ്സൊക്കെ ആ സമയത്തായിട്ടുള്ളൂ. അപ്പോഴറിഞ്ഞത് ഇയാളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കാണാൻ പോയി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, 3ാം നിലയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കൂടെ ഉള്ള ഒരാൾ എന്ത് ചെയ്താണ്, ഇയാൾക്കൊരു ബീഡി വലിക്കാൻ കൊടുത്താണ്. കഞ്ചാവ് ബീഡിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് വലിച്ചു തന്നെയാണ്, ഇങ്ങനെ ഇതേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് വലിച്ചപ്പോൾ ഇതിൻ്റെ തലക്ക് കയറി. അപ്പോൾ ഈ 3ാം നിലയിൽ നിന്നും അയാൾ പിന്നെ പറയാണ്, ഈ കുട്ടി പറയാണ്, നമ്മൾ സുഹൃത്താണ്, അപ്പം പറയാം, ഒരു വെള്ള ഒരു പുക പോലെ, കോള എന്നാണ് ഉപയോഗിച്ചത്, കോള അവരിങ്ങനെ വന്നു, എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ ആ കോളേൻ്റെ കൂടെ അങ്ങനെ പോയി. അപ്പോൾ കോള അങ്ങോട്ട് ചാടി, ഞാനും അങ്ങോട്ട് ചാടി. ഇപ്പോഴും അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ശരിക്കും അയാൾ ശരിയായി നടക്കാനും അതുപോലെ തന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ദുരന്തമാണ്. ഇന്നും അയാൾ പറയാറുണ്ട്, അന്നത്തെ ഒറ്റൊരു ബുദ്ധിമോശമാണ് ഇന്ന് ഈ അവസ്ഥയിലായത്. അങ്ങനത്തെ അനേകായിരം ആളുകളുണ്ടല്ലോ. പിന്നുള്ളത് എന്താണ്, സാമൂഹ്യ തിന്മയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വ്യഭിചാരം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, പിന്നെ മറ്റുള്ള എല്ലാ വൃത്തികളുടെയും തിന്മയാണ് ലഹരി വസ്തുക്കൾ എന്നുള്ളത്. അത് റസൂൽ തന്നെ പഠിപ്പിച്ചത്. നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം, മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി എന്ന പ്രശസ്തനായ ഒരു അറബി എഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായൊരു കഥയുണ്ട്. ശരിക്കും ആ കഥ വായിക്കുമ്പോൾ നമുക്കൊരു അനുഭവമായിട്ട് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ എഴുത്തും പിന്നെ ഘട്ടമൊക്കെ. അൽ കൗസുൽ ഊല എന്നാണ്, ഒന്നാമത്തെ കപ്പ്, ഒന്നാമത്തെ ചഷകം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അഥവാ അയാൾ വളരെ സമൂഹത്തിൽ വിലയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിന്നെ നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്.
പിന്നീട് ഇയാൾ ഒന്നാമത്തെ ആ ഒരു കപ്പ് മദ്യം കുടിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദുരന്തങ്ങൾ, മക്കൾ അദ്ദേഹത്തിന് വിട്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ മാത്രമാണ്. ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരൊരുമിച്ച് മദ്യപിച്ച് അതിൻ്റെ ആ ഹാങ്ങിൽ തൻ്റെ കൂട്ടുകാർ തൻ്റെ ഭാര്യയെ തൻ്റെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആകെ നിരാശയടഞ്ഞ് അവസാനം ഈ ഭാര്യയും അവിടെ നിന്ന് വിട്ടേച്ച് പോകുന്നു. കൂട്ടുകാരും തൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും എല്ലാവരുടേതായ വഴിയിൽ പോകുന്നു. അവസാനം ഇയാൾ ഞാൻ നശിക്കാൻ കാരണമായത് അന്ന് ഞാൻ കുടിച്ച ഒരു ഒന്നാമത്തെ ചഷകമാണെന്നുള്ളതാണ്. പലപ്പോഴും യുവാക്കളാവട്ടെ, യുവതികളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, വിദ്യാർത്ഥിനികളാവട്ടെ ഈ ലഹരിയിലേക്ക് എത്തുന്നത് ഒന്ന് ജസ്റ്റ് ഒരു ഹരം കൊള്ളാനെന്നുള്ളതാണ് അല്ലേ. ഒന്ന് ഹരം, ആരെങ്കിലുമൊക്കെ ഒരു തരിപ്പ് കയറ്റുമ്പോൾ ആ ഒരു തരിപ്പ് അതെന്താണെന്ന് മറ്റു ചില ആളുകൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് എത്തിച്ചിരുന്നില്ല അല്ലേ. ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പലപ്പോഴും കൗതുകത്തിന് വേണ്ടി ഇതെന്താണ് എന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവർക്ക് ഒരിക്കലും ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കാറില്ല എന്നുള്ളത്. അപ്പം ഇതുപോലെ മറ്റ് ചില ആളുകൾ ഇതിലേക്ക് എത്താറുള്ള ഒരു ഹീറോയിസത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചാലേ എനിക്ക് കുറച്ച് എൻ്റെ കൂട്ടുകാർക്കിടയിലൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉള്ളൂ, ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ഒന്നും അല്ല എന്നുള്ള രൂപത്തിലേക്ക് പിന്നെ ആ ഒരു ചിന്താഗതിയിൽ എത്താറുണ്ട് എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ ഇടയിൽ ഇപ്പോൾ ഞാനൊരു മോശക്കാരനാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഗ്യാങ്ങിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും എത്തിച്ചേർന്നത് ഏത് മാർഗത്തിലാണെങ്കിലും പിന്നീട് ഓരോ നിമിഷവും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സിൻ്റെ പ്രേരണ കൊണ്ടും ചെയ്തു പോയ തെറ്റിൽ പരിതപിച്ചുകൊണ്ട് കുറ്റബോധം കൊണ്ടാണ് അവരുടെ ജീവിതം മുഴുവൻ തള്ളി നീക്കുന്നത് എന്നാണ് ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുടെയും ജീവിത കഥ നമ്മളോട് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു വിപത്താണ്, ഇത് മാരകമായൊരു ക്യാൻസറാണ്. ഈ ഒരു ക്യാൻസർ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല, അത് ഏത് നിലക്ക് പരിശോധിക്കാനാണെങ്കിലും എന്ന് നമ്മൾ ഓരോരുത്തരും ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് സാധിക്കും, ആ ഒരു കെണിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതെ, ഇതിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കാരണം മക്കൾ പിന്നെ ഇപ്പോൾ അവരുടെ യാത്രകൾ, അവരുടെ കൂട്ടുകെട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കൂട്ടുകാരെ സ്വീകരിക്കുന്നിടത്തുള്ള മാനദണ്ഡം പറഞ്ഞല്ലോ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ പറയും അവൻ അടിക്കും പക്ഷേ ഞാൻ അടിക്കില്ല, ഞാൻ അവൻ്റെ അടുത്തിരിക്കും. ശരിക്കും ഇസ്ലാം അത് ശക്തമായ രൂപത്തിൽ വിലക്കുന്നുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ അതിപ്പോൾ ഞാൻ കുടിക്കാറില്ല പക്ഷെ ഞാൻ അവിടെ ഇരിക്കും, പക്ഷെ അവൻ്റെ മിച്ചറൊക്കെ അവൻ കഴിക്കും, പക്ഷെ ഞാനിത് അടിക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകൾ അത് അവൾ നിസ്സാരമായിട്ടാണ് പറയുന്നത്, പക്ഷെ അത് ഇസ്ലാം വിലക്കിയ വലിയ ഒരു തിന്മയാണത്. ലഹരി വിളമ്പുന്ന ഒരു സദസ്സിലേക്കോ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലേക്കോ ഒരിക്കലും നമ്മൾ എത്തിച്ചേരാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്താ അറിയോ, പലപ്പോഴും പിന്നെ ഈ യൂട്യൂബിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റൻ്റെയൊക്കെ റീലുകൾ ഇടാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ഒന്നുമല്ല, പക്ഷെ അത് വിതരണം ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ അവിടെയുള്ള ഭക്ഷണ വിഭവങ്ങൾ പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് അതൊരു വൈറലാക്കാനും അതിൽ എന്തോ ഒരു ആനന്ദം കണ്ടെത്താനൊക്കെ മത്സരിക്കുന്ന പ്രത്യേകിച്ച് സമുദായത്തിനകത്തുപെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വരുന്നൊരു കാഴ്ചക്കാണ്. ഒരിക്കലും അതുപോലെയുള്ളൊരു കാര്യങ്ങൾ യാതൊരു നിലക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഈ സത്യം ബോധ്യപ്പെടുത്താനും കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അതിൽ നിങ്ങൾ പറഞ്ഞതിലൊരു വിഷയത്തിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമ്മൾ ആധുനിക കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ തലമുറയുടെ പിന്നെ ഇവരുണ്ടാവും, ഈ സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു അവരിഷ്ടപ്പെടുന്ന ആളുണ്ടാവുമല്ലോ, അയാൾ ആരായിരിക്കും എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരിക്കും, പുകവലിക്കൂല, മദ്യപിക്കൂല, അങ്ങനത്തെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കഥാനായകനാണ് അവതരിപ്പിക്കുക. പക്ഷേ ഇന്ന് കഥാനായകന്മാരതല്ല, സിഗരറ്റൊക്കെ വലിച്ച് കള്ളൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു താരത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു കൊടുക്കുന്നതും അവരെ ഫോളോ ചെയ്യാനുമാണ് കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ അവരെ താരം എന്താണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് പിന്നെ പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ അവർ ശ്രമിക്കാം എന്നുള്ളത് ഈ ഒരു. അതേപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ ഇത്തരം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ കുടിക്കുന്നതിൻ്റെ പരസ്യം, കഴിക്കുന്നതിൻ്റെ പരസ്യമൊക്കെ ആരാ കൊടുക്കുന്നത്, പിന്നെ ലോകോത്തര ബ്രാൻഡായ ആളുകളാണ് അല്ലേ. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തോന്നി ഇത് ഇവർ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്, അവരൊരിക്കലും ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ കുട്ടികൾക്ക് തോന്നുന്നത് അവരൊക്കെ കഴിക്കുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്കും അത് കഴിക്കാം എന്നുള്ള ഒരു ഇതിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് വലിയ ഒരു അപകടമാണ്. അതെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിപണനം ചെയ്യുന്നതും വിതരണക്കാരാവുന്നതും കുട്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ അതിൽ അകപ്പെടുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദി. അത് ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ എന്നുള്ളതാണ്. അർദ്ധരാത്രി ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് എൻ്റെ മനസ്സിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം,
പിന്നെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഉൾനാട്ടിൽ കുറച്ച് പിന്നെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ് ആ ഒരു പ്രദേശത്തെ പിന്നെ പോലീസ് ഓഫീസറുള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകൾ കാണുന്നത്, ചെറിയ ചെറിയ പാക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അതിനകത്ത് പിന്നെ ഈ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയുടെ ഒരു പേപ്പറിലിട്ട് എന്തോ ഒരു കെമിക്കൽ സാധനങ്ങൾ അയക്കാം. അതുപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ ചവച്ച് തുപ്പിയതും അല്ലാത്തതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്, എൻ്റെ സ്റ്റുഡൻ്റായ പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യമില്ലേ, നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ മുന്നിലുള്ളത് നമ്മളെ പരിസരത്തുള്ള, അതാ ഈ പറയുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പരിസരത്തുള്ള ഒരു UP സ്കൂളിലെ 2 പെൺകുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. ഇവരെ എങ്ങാനും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ അവിടെ പിന്നെ ദൃശ്യമാധ്യമ പ്രവർത്തകർ അവിടെ വരും. ഈ കുട്ടികളുടെ ഫോട്ടോ എങ്ങാനും വന്നാൽ പിന്നീട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. വനിതാ പോലീസ് ഒരാളേ ഉള്ളൂ. അപ്പോൾ 2 പേരോട് കൂടി വരാൻ പറഞ്ഞാൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടുകാരെ ഒറ്റയടിക്ക് വിളിച്ചറിയിച്ചാൽ അതിൻ്റെ ഒരു ദുരന്തം ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിളിച്ചവരാണെങ്കിൽ നന്നായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ഈ അടുത്ത സമയത്ത് നമ്മൾ പേഴ്സണൽ ടോക്കിലോട് സാർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയണത്, നിങ്ങൾ ആലോചിക്കുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥിനികളെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെടുക പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തം എത്രയാണെന്നുള്ളത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് എന്നുള്ളതാണ്. അപ്പം അത്ര കുഞ്ഞു പ്രായത്തിൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വിദ്യാർത്ഥിനികൾ വരെ ഉണ്ട് എങ്കിൽ ഇത് അത്രയും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതീവ ശ്രദ്ധയോട് കൂടിയിട്ടാവണം നമ്മുടെ ഓരോ കാൽവെപ്പും. ഇതൊക്കെ ഇങ്ങനെ പരക്കാനുള്ളൊരു കാരണം, ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഹീറോയിസം കാണിക്കാനും റീച്ച് കിട്ടാനും അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഹൈപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഇതുപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ടാലുള്ളതാണ്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, ഇവിടെ വൈബാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലുള്ളതാണ്. രണ്ടാമത്തത്, എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യാനുള്ള ഒരു പിന്നെ ദുർവാശിയും ഇതൊക്കെ യുവസമൂഹത്തിലും കുട്ടികളിലൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അയാളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ നിങ്ങളാരാ ഇത് ചോദിക്കാനെന്നുള്ളത്. ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളൊക്കെ ഒരു സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രക്രിയ അന്ന് നടന്നിരുന്നതാണ്. എന്താ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉപ്പയല്ല എന്നെ പലപ്പോഴും എന്ത് ചെയ്യുക, തിരുത്തുക. ആ നാട്ടിലുള്ള ഏതൊരു മുതിർന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ തിരുത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നെ നേരിട്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉപ്പയോട് പറയുമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആരാ ഒരു പ്രവർത്തനം ചെയ്യണത്? അത് വല്ലാത്തൊരു കാര്യം തന്നെയാണെന്നുള്ളത്. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അയാളോട് പോലും തട്ടിക്കയറുന്നൊരു സാഹചര്യം, അതിങ്ങനെ പിന്നെ ഫോണൊക്കെ പിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ നാടിൻ്റെ നന്മയെ കെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളായ ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം തരും. നമ്മളെ മക്കളെ തീർച്ചയായും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മളെ മുതിർന്ന ഒരാൾ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യൽ, എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളാരും തിരുത്താൻ പോകാറില്ല എന്നാണ്. അഥവാ തിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ കേൾക്കുന്ന അങ്ങനെ എങ്കിലും ഇല്ലേ, അവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു തിന്മ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ 3 നിർദ്ദേശങ്ങൾ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യണം, വിലക്കണം എന്നുള്ളതാണ്. ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു വെറുപ്പ്, അത് അവർക്ക് കൂടി ബോധ്യமான രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു തിന്മകളോട് ഒരിക്കലും എനിക്ക് രാജിയാവാൻ കഴിയില്ല എന്നത് പൊതുസമൂഹത്തിൻ്റെ എന്നുള്ളൊരു കാഴ്ചപ്പാടാവണം, അതുപോലെ തന്നെ ഒരു പോളിസി ആവണം എന്നുള്ളതാണ്. അവിടെ നമ്മളൊക്കെ പിന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്. അത് പിന്നോട്ട് പോകണം എന്തുകൊണ്ട് വെച്ചാൽ ഇതുപോലെയാണ് ഈ അനാവശ്യമായ പിന്നെ വാഗ്വാദങ്ങളും അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ പോലും കേൾക്കാൻ അറക്കുന്ന വാക്കുകളൊക്കെയാണ് പലപ്പോഴും കുട്ടികളുടെ നിന്ന് കേൾക്കുക. നിങ്ങളാരാധി ചോദിക്കാൻ, നിങ്ങളെന്താ സദാചാര അങ്ങനെയുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ പ്രത്യേകം ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇതെൻ്റെ ബാധ്യതയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം,
ഇടപെടേണ്ട മേഖലയിൽ നമ്മൾ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. ഇതിൽ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഇപ്പോൾ ചെറിയ പെൺകുട്ടികളെ കാര്യം പറഞ്ഞല്ലോ. സത്യത്തിൽ ഇവരൊക്കെ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതിപ്പോൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതിനൊക്കെ പിറകിൽ എന്തുണ്ട്, ഇതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക നല്ല പ്ലാനിംഗ് ഉള്ള ഒരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ ഒരു പിന്നെ തെക്കേ ജില്ലയിൽ ഞാൻ കുറച്ച് കാലം അവിടെ ആ സമയത്തുണ്ടായ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയെ ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്നും വനിതാ പോലീസ് മഫ്തിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് കിട്ടി എന്ത് ചെയ്തു, ബാഗിൽ നിന്ന് പരിശോധിച്ചിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെ ചെറിയ പൊതികൾ കണ്ടെടുത്തു. കാരണം ഈ കുട്ടി പോലും ഇത് അറിയുന്നില്ല എന്നുള്ള, ഇതാരോ തന്നു, ആർക്കോ കൊടുക്കാൻ വേണ്ടി തന്നു. അപ്പോൾ കുട്ടികളെ ഉപയോഗിച്ചിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് ഇവർ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ടാവാം, എന്താണെങ്കിലും ഇങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ഈ വിഷയത്തിൽ, അറിയാതെ പെട്ടുപോകുന്നവർ. അത് ലഹരിക്ക് അടിമയാകുന്നതും അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്. പിന്നീട് അത് പിന്നെ നിർബന്ധമായ ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോവാണ്. അപ്പോൾ ഇത്തരം ചതിക്കുഴികളുണ്ട്. ഈ ചതിക്കുഴികളെ പോലും തിരിച്ചറിയണം. ഇപ്പോൾ അടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന അവർ ടൂർ പോയതാണ്. നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ, കോഴിക്കോട് ജില്ലയിലുള്ളവർ തിരിച്ചു വന്നപ്പോൾ കാറ് പരിശോധിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാവരും പെട്ടു. അതിലെ സ്ത്രീകളാണ്, അവരാരും അറിയില്ല. അപ്പോൾ ഇത്തരം ചതിക്കുഴികൾ ഇതിലുണ്ട് എന്നുള്ളത് എന്താണ്, നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം. നമ്മളാരും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ യാത്രയും നമ്മളുടെ ഇടപഴകലൊക്കെ പരിചിതരായ ആളുകളായിട്ട് മാത്രമാവുക എന്നുള്ളതാണ്. അതുപോലെ വേലി തന്നെ വിള തിന്നുന്ന സാഹചര്യമുണ്ട്. അഥവാ ലഹരിക്കെതിരെയുള്ള പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് അതെ, പകൽ വരികയും രാത്രി രാത്രി ആയാൽ അതിൻ്റെ പിന്നെ പ്രയോക്താക്കളും വിതരണക്കാരൊക്കെ ആക്കി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അതെ, അതെ. അപ്പോൾ വ്യക്തമായ പരിചയമുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാവും, അവരുമായിട്ട് നമ്മുടെ ഇടപാടുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരങ്ങളടക്കം ആ രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പിന്നീട് പിന്നെ ഈ ലഹരി ആദ്യമൊക്കെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്നറിയോ, നീ ഇത് ഉപയോഗിക്കേണ്ടതില്ല, നീ അതെ, നിൻ്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ കൊടുത്താൽ മതി മതി. എന്നാണ്. അതെ, അപ്പോൾ ആ കൊടുക്കുന്നതിലൂടെ പൈസ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോഴാണ് കുട്ടികൾ കൗതുകത്തിന് വേണ്ടിയിട്ടും ക്യാഷ് ഉണ്ടാക്കാനും വേണ്ടിയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കൂട്ടുകാർക്ക് ഇതിങ്ങനെ കൊടുക്കുന്നതിലൂടെ ആളും എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധിതമായി അതെ, ഈ വസ്തു ഉപയോഗിക്കേണ്ടി വരും. ഉപയോഗിക്കും. അപ്പോൾ ഒന്നുകിൽ ഒരു വിതരണക്കാരനായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, പിന്നീട് അതിൻ്റെ ഉപയോഗിക്കുന്ന ആളായിട്ട് മാറും. അതെ, അതുപോലെ തന്നെ മറ്റ് ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരാൾ ഇതൊന്ന് ജസ്റ്റ് വാ ഞാനില്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതെ, അങ്ങനെ പിന്നീട് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും അതുവരെയൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. പിന്നീട് എന്ത് വേണം, ക്യാഷ് വേണം. ക്യാഷ് വേണം. നിനക്ക് ഇത്രയും തന്നത് ഫ്രീ, ഇനി എന്തായാലും പൈസ അല്ലാതെ തരാൻ പറ്റില്ല അതെ, എന്നുള്ളത്. അപ്പോൾ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്രയും സമയം കിട്ടിയപ്പോഴേക്കും ഈ കുട്ടി എന്തുണ്ടാവും, അഡീഷണൽ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. പിന്നീട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടാവും, അവനത് കിട്ടൽ നിർബന്ധമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ തന്നെ പറഞ്ഞു കൊടുക്കണം, ഓക്കെ നിനക്ക് തരാം, പക്ഷേ എന്ത് ചെയ്യണം, നീ ഈ സാധനങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കണം. അതെ, അപ്പോൾ ഈ രണ്ട് രൂപത്തിലാണ് ഇതിൻ്റെ പിന്നെ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ വിതരണക്കാരോ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും അറിയണില്ല. അതെ. അപ്പോൾ ഈ കാര്യം നമ്മൾ നമ്മുടെ മക്കളോട് പറയാം. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇതുപോലെയുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടക്കണമെന്നുള്ളതാണ്. നടക്കണം. അതോടൊപ്പം ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ, ഈ ചില ആളുകൾ, ചില ലിബറൽ ആളുകൾ കൊണ്ടുവന്ന ചില മെസ്സേജുകളുണ്ട് ഇവിടെ. ഇത് സുലഭമാക്കണം, ഇത് പെട്ടിക്കടയിൽ ചെന്നാൽ കിട്ടും, MDM പെട്ടിക്കടയിൽ ചെന്നാൽ വാങ്ങാവുന്ന രൂപത്തിലാകണം, സ്വാതന്ത്ര്യം വേണം, ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ മുറവിളി കൂട്ടുന്ന, സമരം വരെ ചെയ്യണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ. അവരൊക്കെ കൊണ്ടുവന്ന ചില എന്താണ് ഹിഡൻ ഹിഡൻ അജണ്ടകളാണ് എന്ത് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വലിയ ദുരന്തമാണ്. ഇപ്പോഴും നമുക്ക് വൈകിട്ടില്ല ഇത്തരം ആളുകളിൽ നിന്നും അകലാനും അവരെ ഒറ്റപ്പെടുത്താനും അല്ലേ, പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്മാറാനൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ പലപ്പോഴും മുന്നിൽ വെക്കുന്ന കാര്യം തരും, ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. അതെ, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പഠനം ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ആ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തരും, ഒരു പുകവലിക്കുന്ന ആള് അയാളുടെ ശരീരത്തിന് ഇഞ്ചായിട്ടാണ് കൊല്ലുന്നത് അതെ, അല്ലേ. അതെ, അത് അതിൻ്റെ കവറുകളിലൊക്കെ ഏത് പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും അതിൻ്റെ കവറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതെ, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നാട്ടിലാണോ വിൽക്കുക ആ നാട്ടിലെ ഭാഷയിലുണ്ടാവും, എല്ലാവർക്കും തിരിയുന്ന മറ്റു ഭാഷയിലും ഉണ്ടാവും. അതെ, ഒരു പുകവലി ഉൽപ്പന്നവും എന്താ പറയുക ആരോഗ്യത്തിന് ഊർജം നൽകുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കാണാമല്ലോ. അവിടെയൊക്കെ കാണുന്നത് എന്താണ്, ഹാനികരം എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും അതാണ്. അങ്ങനെ അതെ,
മദ്യത്തിൻ്റെ പേരിലാണ്. അപ്പോൾ പുകവലി എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണ്. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്, പുകവലിയേക്കാൾ ഒരല്പം വേഗതയിൽ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുന്നതാണെന്നുള്ളതാണ്. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലേ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളൊന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഉപയോഗിക്കുന്ന ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൽ ഇത് പറയുമ്പോൾ നല്ല ഒരുപാട് വിഷ്വലുകൾ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ പഴയ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, വണ്ടൂർ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഒരു ഭ്രാന്തനെ പോലെ അലമുറയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഇയാളിങ്ങനെ ഭ്രാന്തമായി. അപ്പോൾ അയാൾ ഉപയോഗിച്ചിട്ട് അധിക വർഷമൊന്നും ആയിരുന്നില്ല. പിന്നെ സ്കൂളിലേക്ക് പോകുന്നൊരു സമയത്ത് ആദ്യത്തെ 2 വർഷമൊക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഇന്ന നാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടുകാരനാണ്, അയാളൊക്കെ മരിച്ചു പോയിട്ട് എത്ര കാലമായി ഉപയോഗിച്ച് അന്ന് ഈ അതന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലെ എന്തായാലും അയാൾ ജീവിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാലോ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇതിന് അഡിക്ഷനായ ആളുകൾ വളഞ്ഞും തൂങ്ങിയും ഒക്കെ ഒടിഞ്ഞൊക്കെ നടക്കുന്ന എന്താണ് ഇപ്പോൾ ഇവർ മൈ ബോഡി മൈ ചോയ്സ് അല്ല, ഈ ആസ്വാദനം അതുപോലെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ മനസ്സിലാക്കിയത്? അപ്പോൾ ജീവിതം ഇങ്ങനെ വളഞ്ഞു കുത്തി ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഭ്രാന്തമായി നടക്കുന്നതാണോ അടിച്ചു പൊളിക്കൽ? അപ്പോൾ കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് കിട്ടുന്നത് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെയാണെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ നമുക്ക് കിട്ടുന്നത്. അതിനി ആർക്ക് പരിശോധിച്ചാലും കാണും. ഡോക്ടർമാർ പറയുന്ന, അപ്പോൾ പല ഡോക്ടേഴ്സിൻ്റെ, അത് പ്രത്യേകിച്ച് ഫോറിൻ ഡോക്ടേഴ്സൊക്കെ ഈ രാസലഹരികൾ അല്ലെ, കെമിക്കൽസ് ഉപയോഗിച്ചുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശരിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാക്സിമം 1 മുതൽ 2 വർഷം വരെയാണെന്നാണ്. ആ 2 വർഷം കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി ജീവച്ഛവമായിട്ട്, ജീവനുണ്ടെങ്കിൽ അഥവാ ജീവനുണ്ടെങ്കിൽ ഒരു മരിച്ചു ജീവിക്കുന്ന തുല്യമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തമായ വിവരങ്ങളും ഡാറ്റകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും, വിവരമുള്ളവരാരെങ്കിലും, സ്വബോധമുള്ള ആരെങ്കിലും ജീവിക്കണമെന്നും എനിക്ക് കിട്ടിയ ഈ ആയുസ് ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്കും വിഷങ്ങളിലേക്കും നാശത്തിലേക്ക് എത്തും. അതെ, അത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതല്ലല്ലോ. ഒരു കുടുംബജീവിതം, മക്കൾ, ഭാര്യ അല്ലേ, പിന്നെ മറ്റുള്ളവർ, യാത്രകൾ, ഇതൊക്കെയാണ് ആസ്വാദനം. അവരുമായിട്ടുള്ള സല്ലാപങ്ങൾ, ഇതൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലാതെ, ഒന്നിനും കഴിയാതെ ജീവച്ഛവമായി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അതൊന്നും ആസ്വാദനമല്ല. അപ്പോൾ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം അറിയിപ്പുകളിൽ ഇവർ പറയുന്നത് കേട്ട് നമുക്ക് വലിയ രസമൊക്കെ തോന്നും, ഇതാണ് നല്ലത് എന്നൊക്കെ. പക്ഷേ അതിലൊന്നും വീണ് പോകാതെ യഥാർത്ഥത്തിലുള്ള ലൈഫിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് നൽകിയിട്ട് അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് ജീവിതം അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനൊക്കെ ആണ് എങ്കിൽ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതാണ് ന്യായം പറയാനുള്ളത് എങ്കിൽ, ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? അവർ തുടങ്ങി വെച്ച അതേ സൗഹൃദത്തിൽ നിരന്തരമായി എന്നും കൂട്ടുകൂടി ആ സൗഹൃദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ആ സ്നേഹവും അവർക്കിടയിൽ സ്നേഹവും അതുപോലെ തന്നെ പരസ്പരം കോർത്തിണൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ഒരാളെ കൊന്ന് സ്വന്തം സുഹൃത്തായി ഒരുമിച്ച് മദ്യപിക്കുകയും ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുകയും ചെയ്ത ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നുണ്ട്. ഇതാണോ ജീവിതത്തിൻ്റെ അടിച്ചുപൊളിക്കൽ? ഇതാണോ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സന്തോഷം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മാരകമായ വിഷമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് ഉപയോഗിക്കുന്ന ഏതാളുകളോടും സത്യസന്ധമായി അവരുടെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞാൽ കണ്ണീരിൽ ചാർന്ന അവരനുഭവിക്കുന്ന ഒരുപാട് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു 10 നോർമൽ മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടി ദുഃഖവും കുറ്റബോധമാണ് ഇങ്ങനെയുള്ള ഓരോരുത്തർ ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ സങ്കടങ്ങളുണ്ടാവും, പക്ഷെ ആ സങ്കടങ്ങൾക്ക് ഒരു പരിധിയില്ലേ. പക്ഷേ ഈ മദ്യപാനിയായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സങ്കടം എന്ന് പറഞ്ഞാൽ തീരാത്തതിന് അത്രമാത്രം പാപഭാരവും കുറ്റബോധമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇതുപോലെ പൈസ കൊടുത്ത് ജീവിതം നശിപ്പിച്ച് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് എത്തിയിട്ട് എന്താണ് നമുക്ക് കാര്യം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവതലമുറയിൽപ്പെട്ട ഓരോ ആളുകളും, എൻ്റെ വളരെ മാന്യരായ സുഹൃത്തുക്കളെ, നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിനെ കാർന്നു തിന്നുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതൊന്നും ഈ ഒരു ഊർജവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയ ആളുകളുടെയൊക്കെ ജീവിതവും കുടുംബവും പരിശോധിച്ചാൽ കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും ദുഃഖങ്ങളുടെയും കഥകളും കാഴ്ചകളും അല്ലാതെ എന്താ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് അതിനോട് നോ പറയാനും
അതിലകപ്പെട്ടവരെ വളരെ സ്നേഹത്തോടു കൂടി അതിൽ നിന്നും രക്ഷപ്പെടുത്താനും നമുക്കെല്ലാവർക്കും സാധിക്കണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നാം ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.